ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിയത് ഒരു വെറൈറ്റി രീതിയിലുള്ള പഴംപൊരിയുമായിട്ടാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി 2 നേന്ത്രപ്പഴം ചെറുതായി കട്ട് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം രീതിയിൽ പഴുത്ത പഴമാണ് ഇതിന് വേണ്ടത്. 1 കപ്പ് ചിരകിയ തേങ്ങ, മൈദ, ഏലക്ക ചേർത്ത് പൊടിച്ചെടുത്ത പഞ്ചസാര, പിന്നെ ഒരു മുട്ട. ഇതൊക്കെയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത പഴവും തേങ്ങയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കട്ട് ചെയ്തെടുത്ത പഴവും തേങ്ങയും അതിൽ മിക്സ് ചേർത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് നേരത്തെ ചെരുകി വെച്ച തേങ്ങ ചേർത്ത് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി പഴം നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരമുള്ളത് കൊണ്ട് ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലും കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പഴം ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ മാവ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യമുള്ള മൈദ എടുക്കുക. ആവശ്യമുള്ള മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർത്ത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്ക ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആവശ്യമായ വെള്ളം ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടാറിയ പഴം ഒരു ബോൾ ഷേപ്പിൽ ഞാനിവിടെ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമുള്ള എണ്ണ ഒഴിച്ച് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അധിക നേരം ഫ്രൈ ചെയ്യണമെന്നില്ല. നേരത്തെ നമ്മൾ പഴം നല്ലോണം റോസ്റ്റ് ചെയ്തത് കൊണ്ട് മേലെയുള്ള മാവ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയം മാത്രം മതി. ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റുമായിട്ടുള്ള ഒരു പലഹാരമാണ്. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്കിങ്ങനെ ഈ രീതിയിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുത്ത് മാറ്റി വെക്കാം.
ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അങ്ങനെ നമ്മളുടെ വെറൈറ്റി രീതിയിലുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ്. ഇത് പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മക്കൾക്ക് നിങ്ങൾ ഇങ്ങനെ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ടേസ്റ്റി പഴംപൊരിയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ! നിങ്ങൾ ട്രൈ ചെയ്യണം.